വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 29ാമത്തെ നോമ്പിലൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഓക്കെ, നാളെ ചിലപ്പോൾ പെരുന്നാളായിരിക്കും, ഉറപ്പില്ല. അപ്പോൾ ഇതാ ഫാത്തി പെരുന്നാൾ പ്രമാണിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ തലേന്നിൻ്റെ ഞാൻ മീലാഞ്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൈക്കിരുന്ന് ഇടണം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് തരാം കേട്ടോ. ഇന്ന് ഈദ് പ്രിപ്പറേഷൻ്റെ വ്ളോഗ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്നായിരുന്നു കരുതിയത്. ലാസ്റ്റ് നോക്കുമ്പോൾ ലോങ് കുറഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ഈദിൻ്റെയും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. സാക്കിബിന് ഷൂ എടുക്കാൻ മറന്നുപോയത് കൊണ്ട് തന്നെ അവനക്ക് ഷൂ നോക്കാൻ വേണ്ടി ഒരു ഫാൻസി ഷോപ്പ് കയറി. അങ്ങനെ അവനക്ക് ഷൂ ഒക്കെ നോക്കി. അവനക്ക് ഈ ഷൂ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ അതെടുത്തു. പിന്നെ വേറൊരു ഷോപ്പിലേക്ക് കയറി. ഉമ്മയുടെ മാക്സി എടുത്തപ്പോൾ ഷാൾ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് മറന്നു കേട്ടോ. പിന്നെ ബേക്കറി കയറി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കടി ബേക്കറിയിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ അവിടെ നിന്ന് കടിയൊക്കെ വാങ്ങി വേറൊരു ഷോപ്പിലേക്ക് പോയി. ഇങ്ങനെ വീട് സാധനങ്ങളൊക്കെ കിട്ടുന്ന അങ്ങനെ എയർ ഫ്രഷ്നറൊക്കെ തീർന്നു പോയതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് അർജൻറ്റായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് നമ്മൾ കിഞ്ഞു കേട്ടോ. ഞാൻ പോയിട്ടില്ലായിരുന്നു, ഫാത്തിയും എൻ്റെ വേറൊരു കസിനും കൂടിയാണ് പോയിട്ടുള്ളത്. പിന്നെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാനിലയും ബട്ടർ സ്കോച്ചും ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കാനുള്ള സമയത്താണ് കേട്ടോ എത്തിയത്. ഇന്ന് നോമ്പ് തുറക്കാനായി മുട്ട പൊരിച്ചത്, കായ്പോള, ഫ്രൂട്ട്സ് ആയിട്ട് കുറേ എന്തൊക്കെ ഉണ്ടായിരുന്നു, പത്തക്കയും പിന്നെ ഇന്ന് വാങ്ങിയ ചിക്കൻ റോളും. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇതാ മാസം കണ്ടു കേട്ടോ, നാളെ പെരുന്നാളാണെന്നുള്ളത്. അങ്ങനെ ഫിത്ർ സക്കാത്തിൻ്റെ അരി അളന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഓരോ ഫാമിലി അങ്ങനെ അളന്ന് സെറ്റാക്കുകയാണ്. തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ പെരുന്നാളാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പൊ ഇതാ അരി ഇവിടെ അളന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ അരി. ഇനിയിപ്പോ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്യണം, കുളിക്കണം, പിന്നെ മേലാഞ്ചി ഇടണം, പടക്കം പൊട്ടിക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കാണാം. എന്താ പറയണ്ടേ ഗേൾസ്, നാളെ ഇതാണ് ഗേൾസ്. അപ്പൊ നമ്മളിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. വേറൊന്നും പറയാനല്ലേ ഗേൾസ്. പള്ളിയിൽ പോവാണ്. വെള്ളുന്നുണ്ട്, വന്നിട്ട് പടക്കം പിടിക്കും. അങ്ങനെ സാക്കിപ്പ് പള്ളിയിൽ പോയി. അവൻ വരുമ്പോഴത്തേക്ക് 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം ലേറ്റായി. പിന്നെ നമ്മൾ പടക്കം പൊട്ടിച്ചു. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ 11 മണിയായപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. എല്ലാവർക്കും ഈദ് മുബാറക്ക്. പിന്നെ നമ്മൾ രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഉപ്പാപ്പയും സാക്കും ഒക്കെ കൂടി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി. ഹലോ ഗായ്സ്, ഈദ് മുബാറക്ക്. അപ്പം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു 7-8 മണിയായപ്പോൾ ഞാൻ ഉണിച്ച് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇത് ഹാദിയുടെ മൈലാഞ്ചിയാണ്. അവളെ ചോന്നു കേട്ടോ. ഉള്ളിൽ നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയൻ്റെ മൈലാഞ്ചിയാണ്. മൈലാഞ്ചി ഇട്ട് വന്നപ്പോൾ ചോന്നില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. ഇത് ചോന്നു ഗൈസ്. അന്ന് രാവിലെയാണ് എൻ്റെ ഉപ്പാടെ ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്നിക്കേഴ്സും പിന്നെ സോൺ കേക്കും സോണ പപ്പടിയും അങ്ങനെ സ്നാക്സൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ നമ്മുടെ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പൊരിച്ച കോഴിയുടെ ബിരിയാണിയും പിന്നെ ബീഫ് ഫ്രൈ ആണ്. അങ്ങനെ ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബെഡൊക്കെ വിരിക്കുകയാണ്. ഇത് ന്യൂ ബെഡ്ഷീറ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പിരിച്ച് സെറ്റാക്കി പിന്നെ നമ്മൾ എല്ലാവരും ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിൻ കെയർ സൺസ്ക്രീൻ. അങ്ങനെ ഞാനും പോയി മാറ്റി. പിന്നെ കുറച്ച് നേരം ഗെയിം കളിക്കാമെന്ന് കരുതി. അങ്ങനെ ഗെയിമൊക്കെ വെച്ചു. അടുക്കളയിൽ ഇതാ ബീഫ് ഫ്രൈയും സാലഡൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇരുന്നാൽ പിന്നെ ബിരിയാണി കഴിക്കാമെന്ന്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു.
അങ്ങനെ ഞാൻ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. എന്താണെന്ന് അറിയാം, ഞാൻ പോയത് ഉപ്പാടെ ഏട്ടത്തിയുടെ വീട്ടിലാണ്. അവിടെ നോക്കുമ്പോൾ അവരില്ല. അവർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അതാണ് ഞാൻ ഈ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്ലിങ് ആയിട്ട് നമ്മുടെ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോകാൻ കരുതി അങ്ങനെ പോവാണ്. നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഒന്നും കൂടി ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് ഫോട്ടോസ്. എങ്ങനെയുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.